മിറാക്കിൾ ഗാർഡൻ ദുബായ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത്ഭുത കാഴ്ചകളുടെ ഒരു പൂന്തോട്ടമാണ് ദുബായിലുള്ള മിറാക്കിൾ ഗാർഡൻ. UAE സന്ദർശിക്കുന്ന ഓരോ ആളുകളും നിർബന്ധമായിട്ടും പോകേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം മിറാക്കിൾ ഗാർഡൻ ദുബായ് ആണെന്നുള്ളത്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. 30 ദിറംസ് ആയിരുന്നു നേരത്തെ ഇതിൻ്റെ എൻട്രി ഫീസ്. മിറാക്കിൾ ഗാർഡനിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ക്രമാതീതമായി കൂടിയതുകൊണ്ടായിരിക്കാം അവിടേക്കുള്ള എൻട്രി ഫീസിലും സ്വാഭാവികമായിട്ടുള്ള വർധനവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 100 ദിറംസ് ആണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത്. കുട്ടികൾക്ക് 15 ദിറംസ് കുറവുണ്ട്. 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 85 ദിറംസും ആണ് അവിടേക്കുള്ള എൻട്രി ഫീസ്. 2 വയസ്സിൽ താഴെ ഫ്രീ ആണ്. ഫസ ഡിസ്കൗണ്ട് കാർഡ് ഉള്ള ആളുകൾക്ക് 55% ഡിസ്കൗണ്ട് അവിടെ എൻട്രി ഫീസിൽ കിട്ടും. അത് വലിയൊരു ഡിസ്കൗണ്ടാണ്. ഗ്രൂപ്പായിട്ട് കുറച്ചധികം ആളുകൾ ഒരുമിച്ച് പോകുമ്പോൾ ഫസ കാർഡ് വെച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നത് വലിയ ഡിസ്കൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. 55% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പകുതിയിലധികം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് ഫസ കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ഡിസ്കൗണ്ട് അവിടെ ആപ്ലിക്കബിളായി കിട്ടി. ആരുടെയാണോ ഫസ അക്കൗണ്ടും ഫസ ഡിസ്കൗണ്ട് കാർഡും ഉള്ളത് അവരുടെ ഒറിജിനൽ എമിറേറ്റ്സ് ID കയ്യിലുണ്ടാവണം. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ എൻട്രി ടിക്കറ്റ് നൽകും. 2-3 മണിക്കൂർ പരമാവധി സമയം കൊണ്ട് ചുറ്റിക്കറങ്ങി കാണാവുന്ന സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ പൂക്കളേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആ ഒരു ഗാർഡൻ ഇത്രയും മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയോ അധികം ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. എന്നിട്ടും ഇത്രയും വൃത്തിയായിട്ടും മനോഹരമായിട്ടും അടുക്കിപ്പെറുക്കി വെച്ച പോലെ ഓരോ പൂക്കളെയും അടുക്കിപ്പെറുക്കി വെച്ച് കൃത്യമായിട്ടത് പരിപാലിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് വളരെയധികം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ UAE സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ. നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾക്ക് ഫസ ഡിസ്കൗണ്ട് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടി പോയി കഴിഞ്ഞാൽ 55% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എൻട്രി ഫീസ് കിട്ടുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ആളുകൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഫസ ഡിസ്കൗണ്ട് കാർഡ് എങ്ങനെയാണ് കിട്ടുന്നുള്ളത്. അത് ഫസ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിനൊരു ഇയർലി പേയ്മെൻ്റ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് കിട്ടും. ചില ആളുകൾക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ സൗജന്യമായിട്ട്, പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും സൗജന്യമായിട്ട് ഇത്തരത്തിലുള്ള ഫസ ഡിസ്കൗണ്ട് കാർഡുകൾ കൊടുക്കുന്നുണ്ട്. അതും വിവിധ കാറ്റഗറിയിലുള്ള കാർഡുകളുണ്ട്. നോർമൽ കാർഡ്, ഗോൾഡ് കാർഡ്, പ്ലാറ്റിനം കാർഡ്, അങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള കാർഡുകളുണ്ട്. ഓരോ കാറ്റഗറി അനുസരിച്ച് കിട്ടുന്ന ഫെസിലിറ്റി, ഡിസ്കൗണ്ട് റേറ്റുകൾ അതിനും വ്യത്യാസമുണ്ട്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, മിറാക്കിൾ ഗാർഡൻ്റെ അകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന വെള്ളം, മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ പുറത്ത് കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയിലധികം വിലയുണ്ട്. അപ്പോൾ നമ്മൾക്ക് പരമാവധി ഒരു 3 മണിക്കൂറൊക്കെയാണ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ അകത്തേക്ക് പോകുന്ന സമയത്ത് കുടിക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് കയ്യിൽ കരുതാം. അതല്ലാതെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവർ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. രാവിലെ 9 മണി മുതൽ മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആണ്. വിസിറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ 9 മണിയോടെ അവിടെ ചെല്ലുക. നമ്മളവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ച് കുടിക്കാനുള്ള വെള്ളം മാത്രം കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 12 മണിയാകുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്ന് പുറമേ നിന്ന് ഭക്ഷണം കഴിക്കാം. അതല്ലെങ്കിൽ ലഞ്ചിന് ശേഷമുള്ള സമയം ഒരു 3 മണി 4 മണിയോടെ അവിടെ ചെല്ലുക. 2-3 മണിക്കൂർ കറങ്ങി തിരിച്ച് പുറത്തേക്ക് പോരാം. അതിൻ്റെ അകത്തുനിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കഴിക്കാം. നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. നമ്മൾക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ 8-10 ആളുകൾ കൂടി ഒരുമിച്ച് പോകുമ്പോൾ എല്ലാവരും അകത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് സാമ്പത്തിക ചിലവുള്ള കാര്യമാണ്. ആ ഒരു കാര്യം മിറാക്കിൾ ഗാർഡനിൽ പോകുന്ന ആളുകൾ, ഗ്രൂപ്പായിട്ട് പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ചെലവുകൾ ചുരുക്കി ദുബായിലെ മനോഹരമായിട്ടുള്ള ഈ ഒരു മിറാക്കിൾ ഗാർഡൻ കണ്ട് ആസ്വദിച്ച് കറങ്ങി നമുക്ക് പോരുവാൻ സാധിക്കും.